ആകാശത്തിലൂടെ പറക്കുക എന്ന മനുഷ്യരുടെ സ്വപ്നം യഥാർത്ഥമാക്കിയത് 1903 വിൽബർ റൈറ്റ്, ഓർവെൽ റൈറ്റ് എന്നീ സഹോദരന്മാർ ചേർന്നാണ്. 1903 ഡിസംബർ 17 ലോകത്താദ്യമായ ഒരു വിമാനം ആകാശത്തിലൂടെ പറന്നു. ലോകം മുഴുവൻ വിമാനങ്ങൾ നിറഞ്ഞത് ബോയിങ് കമ്പനിയുടെ വരവോടുകൂടിയാണ്. അമേരിക്കയിലെ ബോയിങ് ഫാക്ടറികളിൽ നിർമ്മിക്കുന്ന ബോയിങ് വിമാനങ്ങൾ ലോകം മുഴുവൻ പറന്നുകൊണ്ടിരുന്നു. ഈ ബോയിങ്ങിൻ്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ സയൻസ് മലയാളം. അമേരിക്കക്കാരനായ വില്യം ബോയിങ് 1910 ഡുവാമിഷ് നദിക്കരയിൽ മരം ഉപയോഗിച്ച് ബോട്ട് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി വാങ്ങി. പിന്നീട് ഈ ഫാക്ടറിയാണ് ബോയിങ്ങിൻ്റെ വിമാനങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറിയായി മാറിയത്. ബോയിങ് കമ്പനി തുടങ്ങിയിട്ട് 2016 100 വർഷമായി. വില്യം ബോയിങ്ങും ജോർജ് വെസ്റ്റർവെൽറ്റും ചേർന്ന് 1916 ജൂലൈ 15 ബോയിങ് കമ്പനി തുടങ്ങി. ആദ്യം ബോയിങ് കമ്പനിയുടെ പേര് പസഫിക് എയ്റോ പ്രൊഡക്ട്സ് എന്നായിരുന്നു. വെള്ളത്തിലൂടെ ടേക്ക് ഓഫ് ചെയ്യുന്ന 2 പേർക്ക് മാത്രം യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു എഞ്ചിൻ മാത്രമുള്ള വിമാനമായിരുന്നു ബോയിങ് കമ്പനി ആദ്യമായി നിർമ്മിച്ചത്. 1916 ജൂൺ 15 ഈ വിമാനം ആദ്യ യാത്ര നടത്തി. ഒരു വർഷം കഴിഞ്ഞ് അമേരിക്ക ഒന്നാം ലോക യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആരംഭിച്ചു. യുദ്ധത്തിൽ ശത്രുരാജ്യങ്ങളെക്കാൾ മുന്നിട്ട് നിൽക്കാൻ വിമാനങ്ങൾ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ അമേരിക്കൻ നേവി ബോയിങ് കമ്പനിയിൽ നിന്ന് 50 വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു. കൂടുതൽ വിമാനങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ പസഫിക് എയ്റോ പ്രൊഡക്ട്സ് എന്ന പേര് മാറ്റി ബോയിങ് എയർപ്ലെയിൻ കമ്പനി എന്നാക്കി മാറ്റി. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചതോടെ ബോയിങ്ങിൻ്റെ യുദ്ധവിമാനങ്ങൾ ചിലവാകാതെ വന്നു. അതോടെ പ്രതിസന്ധിയിലായ ബോയിങ് കമ്പനി ഫർണിച്ചറുകൾ വരെ നിർമ്മിച്ചു വിൽക്കേണ്ട അവസ്ഥയിലേക്കെത്തി. കുറച്ചുനാൾ കഴിഞ്ഞ് ബോയിങ് സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ബോയിങ് കമ്പനിയുടെ ഗതി തന്നെ ഇത് മാറ്റിമറിച്ചു. 1934 അമേരിക്കയിൽ എയർലൈൻ കമ്പനികളും വിമാന കമ്പനികളും ഒന്നായിരിക്കരുതെന്ന നിയമം വന്നു. അതോടെ ബോയിങ് കമ്പനി 3ആയി പിരിഞ്ഞു. ബോയിങ് എയർപ്ലെയിൻ കമ്പനി, യുണൈറ്റഡ് എയർലൈൻസ്, യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ എന്നിങ്ങനെ 3ആയി ബോയിങ് മാറി. 1939 മുതൽ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടെ അമേരിക്കൻ മിലിറ്ററിക്ക് വിമാനങ്ങൾ നിർമ്മിച്ച് നൽകാനുള്ള കോൺട്രാക്റ്റ് ബോയിങ് കമ്പനിക്ക് ലഭിച്ചു. B-17, B-29 ഇതൊക്കെയായിരുന്നു അന്നത്തെ ബോയിങ് യുദ്ധവിമാനങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധവും അവസാനിച്ചതോടെ കൂടുതൽ വിമാനങ്ങൾ US മിലിറ്ററിക്ക് ആവശ്യമില്ലാതായി. അതോടെ ബോയിങ് കമ്പനിയിലെ 70,000-ലധികം പേരുടെ ജോലി നഷ്ടമായി. അതോടെ ബോയിങ് കമ്പനി കൂടുതൽ കൊമേഴ്ഷ്യൽ വിമാനങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. 4 എഞ്ചിനുകൾ ഉള്ള 377 എന്ന വിമാനം അവതരിപ്പിച്ചെങ്കിലും ആ മോഡൽ അധികം വിറ്റുപോയില്ല. പിന്നീട് ലോകം ജെറ്റ് എഞ്ചിൻ യുഗത്തിലേക്ക് പ്രവേശിച്ചു. 1947 ബോയിങ്ങിൻ്റെ ആദ്യ ജെറ്റ് എഞ്ചിൻ വിമാനം പുറത്തിറങ്ങി, XB-47 എന്ന മോഡൽ. 1958 ബോയിങ് 707 എന്ന മോഡൽ പുറത്തിറക്കി. 4 എഞ്ചിനുകളുള്ള 156 യാത്രക്കാരുമായി കുതിച്ചുവരാൻ ശേഷിയുള്ളതായിരുന്നു ബോയിങ് 707. 1969 ബോയിങ് എയർപ്ലെയിൻ കമ്പനി എന്ന പേര് ചുരുക്കി ഇന്ന് കാണുന്ന ബോയിങ് കമ്പനി എന്നാക്കി മാറ്റി. വിയറ്റ്നാം യുദ്ധം ആരംഭിച്ചതോടെ ഏകദേശം 1 വർഷത്തേക്ക് പുതിയ വിമാനങ്ങളൊന്നും വിറ്റുപോയില്ല. ബോയിങ് 747 എന്ന മോഡൽ പിന്നീട് 1500-ലധികം വിമാനങ്ങൾ വിറ്റുപോയി. 747 ആദ്യ യാത്ര പാൻ അമേരിക്കൻ വേൾഡ് എയർവേസ് എന്ന എയർലൈൻ കമ്പനിയിലായിരുന്നു. അന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള വിമാനമായിരുന്നു ബോയിങ് 747. അന്നുവരെ ബോയിങ് കമ്പനിക്ക് കാര്യമായ മത്സരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 1980ഓടെ വിമാനയാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും ബോയിങ് കമ്പനിക്ക് വെല്ലുവിളിയായി മറ്റൊരു കമ്പനി വരുന്നുണ്ടായിരുന്നു, എയർബസ് എന്ന യൂറോപ്യൻ കമ്പനി. ബോയിങ് 737 2018 വരെ 10,000-ലധികം വിമാനങ്ങൾ വിറ്റുപോയി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റുപോയ വിമാനമാണ് ബോയിങ് 737. യാത്രക്കാരുടെയും എയർലൈൻ കമ്പനിയുടെയും ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ധനക്ഷമതയും സുരക്ഷിതത്വവുമുള്ള ഒരു മോഡലായിരുന്നു 737. 737-നേക്കാളും ഇന്ധനക്ഷമതയുള്ള മറ്റൊരു മോഡൽ പുറത്തിറക്കാൻ എയർബസ് തീരുമാനിക്കുന്നു. എയർബസിൻ്റെ A320യുടെ പരിഷ്കൃത മോഡലായ A320 നിയോ വന്നതോടെ ബോയിങ്ങിൻ്റെ പുതിയ വിമാനങ്ങളുടെ വിൽപ്പന കുറഞ്ഞു. അതോടെ ബോയിങ് 737 പരിഷ്കൃത രൂപമായി 737 മാക്സ് പുറത്തിറക്കാൻ അവർ തീരുമാനിച്ചു. എന്നാൽ എയർബസ് 320യുടെ അതേ ഇന്ധനക്ഷമത കൊണ്ടുവരാൻ ബോയിങ് കുറേയേറെ കഷ്ടപ്പെടേണ്ടി വന്നു. താരതമ്യേന ഉയരം കുറഞ്ഞ മോഡലായ 737 ഈ എഞ്ചിൻ ഫിറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എയർബസ് ഉയരം കൂടിയ മോഡലായതുകൊണ്ട് അതിൽ ഇത്രയും വലിപ്പമുള്ള എഞ്ചിൻ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഉയരം കുറഞ്ഞ മോഡലായ 737 മാക്സിൽ എഞ്ചിൻ വലിപ്പം കൂടിയതുകൊണ്ട് ഫിറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായി.
അതോടെ ബോയിങ്ങിലെ എഞ്ചിനീയർമാർ 2 തീരുമാനങ്ങളെടുത്തു. ഒന്നുകിൽ വിമാനത്തിൻ്റെ ഉയരം കൂട്ടുക, അല്ലെങ്കിൽ എഞ്ചിൻ ചിറകിനോട് ചേർത്ത് ഉയർത്തിവച്ച് പ്രശ്നം പരിഹരിക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ അതിനെ ഒരിക്കലും 737ൻ്റെ പരിഷ്കൃത രൂപമായി പരിഗണിക്കില്ല. ഒരു പുതിയ മോഡൽ പുറത്തിറക്കുന്ന പോലെ എല്ലാ ടെസ്റ്റുകളും വേണ്ടിവരും. പണച്ചെലവും സമയവും നഷ്ടമാവും. അതോടെ അതിബുദ്ധിമാന്മാരായ ബോയിങ്ങിൻ്റെ എഞ്ചിനീയർമാർ രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. സമയവും പണവും ലാഭിക്കാനായി അവർ ശ്രമിച്ചത് അതിലും വലിയ പ്രശ്നമുണ്ടാക്കി. വിമാനം പറന്നു വരുന്ന സമയത്ത് ഫുൾ ത്രസ്റ്റ് ആയിരിക്കുമ്പോൾ എഞ്ചിൻ്റെ കുറച്ച് ഭാഗം ചിറകിന് മുകളിലായതുകൊണ്ട് വിമാനത്തിൻ്റെ മുൻഭാഗം സേഫ് സോണിൽ നിന്ന് കുറച്ചുകൂടി ഉയരും. ഈ പ്രശ്നം പരിഹരിക്കാൻ ബോയിങ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവർ വിമാനത്തിൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. വിമാനത്തിൻ്റെ മുകൾ ഭാഗം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഉയർന്ന് പൊങ്ങുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ ഇത് മനസ്സിലാക്കി വിമാനത്തിൻ്റെ പിൻഭാഗം നേരെയാക്കി വിമാനം ശരിയായ പാതയിലേക്ക് മാറ്റും. MCAS എന്ന സോഫ്റ്റ്വെയർ സംവിധാനം പ്ലെയിനിൽ ഉപയോഗിച്ചിരിക്കുന്ന കാര്യം ബോയിങ് മറച്ചുവെച്ചു. 737ൻ്റെ അതേ സിസ്റ്റം തന്നെയാണ് എഞ്ചിനിൽ മാത്രമേ മാറ്റമുള്ളൂ എന്ന് ബോയിങ് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചു. എന്നാൽ എത്ര വലിയ കമ്പ്യൂട്ടർ പ്രോഗ്രാമാണെങ്കിലും ചെറിയ പ്രശ്നം മതിയായിരിക്കും മൊത്തത്തിൽ തകരാറിലാവാൻ. 737 മാക്സ് പറത്തുന്ന എല്ലാ പൈലറ്റുമാരും അത് 737 പോലെ തന്നെയാണെന്ന് വിശ്വസിച്ചു. 2018 ഒക്ടോബർ 29 ഇന്തോനേഷ്യൻ എയർലൈൻ കമ്പനിയായ ലയൺ എയറിൻ്റെ ബോയിങ് 737 മാക്സ് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിലംപൊത്തി. വിമാനം നേരെ പറന്നപ്പോഴും MCAS സോഫ്റ്റ്വെയർ തെറ്റിദ്ധരിച്ച് വിമാനം താഴ്ത്തിയതാണ് കാരണമായത്. വിമാനം താഴേക്ക് വീഴുമ്പോഴും വിമാനത്തിൻ്റെ മെയിൻ പൈലറ്റ് കോ പൈലറ്റിനെ നിയന്ത്രണമേൽപ്പിച്ച് വിമാനത്തിൻ്റെ യൂസർ മാനുവൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതിലൊന്നും ഈ സോഫ്റ്റ്വെയറിനെ പറ്റിയോ ഈ സോഫ്റ്റ്വെയർ ഓഫ് ചെയ്യുന്നതിനെ പറ്റിയോ ഒന്നുമില്ലായിരുന്നു. ആ സമയത്തും വിമാനത്തിൻ്റെ സോഫ്റ്റ്വെയർ തെറ്റായി പ്രവർത്തിച്ച് വിമാനം വീണ്ടും വീണ്ടും താഴേക്ക് വന്നുകൊണ്ടിരുന്നു. മാസങ്ങൾ കഴിഞ്ഞ് 2019 മാർച്ച് 10 എത്യോപ്യൻ എയർലൈനിൻ്റെ 737 മാക്സും ഇതേ കാരണം കൊണ്ട് തന്നെ അപകടത്തിലായി. അതോടെ ലോകത്തിലെ എല്ലാ വിമാന കമ്പനികളും ബോയിങ് 737 മാക്സ് വിമാനങ്ങൾ സർവീസ് നിർത്തിവെക്കേണ്ടി വന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഔട്ട് ഫ്രം ഡിജിറ്റൽ സയൻസ് മലയാളം.